നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. 2026 നക്ഷത്രം വിചിന്തനം ചെയ്ത് ഗുണദോഷ വശങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി ദോഷങ്ങൾക്ക് പരിഹാരമായി മാർഗനിർദ്ദേശം നൽകുന്നു. അതിനായി ജാതക പരിശോധന നടത്തുന്നു. ഒരു നിശ്ചിതമായ തുക ഈടാക്കുന്നു. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. വളരെ ശക്തിഭദ്രമായിരിക്കുന്ന യന്ത്രങ്ങൾ കൃത്യമായി ജാതക പരിശോധന നടത്തി നിങ്ങളുടെ കൈകളിലെത്തിക്കുന്നു. സർവകാര്യ നേട്ടങ്ങൾക്കായി സുദർശന യന്ത്രം, വിവാഹ തടസ്സം മാറാൻ സ്വയംവര യന്ത്രം, വശ്യത്തിനായി ബാണേശി, ധനത്തിനായി ധനലക്ഷ്മി, ത്രിപുരസുന്ദരി, നവഗ്രഹ അനുഗ്രഹത്തിനായി നവഗ്രഹ യന്ത്രം തുടങ്ങി ജാതക പരിശോധനയിൽ ഏതാണോ നിങ്ങൾക്ക് ധരിക്കേണ്ടുന്ന യന്ത്രം അത് ഉപാസനാമൂർത്തികളിൽ നിന്ന് ശക്തിയോടുകൂടി ഏറ്റുവാങ്ങി നിങ്ങൾക്ക് തരുന്നു. താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബുവലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. വിഘ്നേശ്വരായ മഹേശ്വരായ പാർവദേവി ഭഗവതി ഓം സുബ്രഹ്മണ്യ സ്വാമി സ്വാമി ഓം അയ്യപ്പസ്വാമി ഗംഗാദേവി ഭദ്രകാളി ഓം ദൈവങ്ങളെ ഭഗവാൻ. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 സംബന്ധിച്ചിടത്തോളം ഭാഗ്യദായകമായ വർഷമാണെന്ന് നമ്മൾ പല അവസരങ്ങളും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും അതൊരു ഭാഗ്യദായകമായ വർഷം തന്നെയാണ്. ഇത് ഒരു ഭാഗ്യദായകമായ വർഷം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. എല്ലാ കാര്യത്തിലും ഒരു മാറ്റമുണ്ടാകും. അതൊരു പ്രകൃതി നിയമം തന്നെയാണ്. പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റം, അതുപോലെ തന്നെ പ്രപഞ്ചത്തിനുണ്ടാകുന്ന മാറ്റം, മൂലപ്രകൃതികൾക്കുണ്ടാകുന്ന മാറ്റം തുടങ്ങിയവയെല്ലാം സംജാതമാകുന്നൊരു വർഷമാണ് 2026 പലതുകൊണ്ടും. അപ്പോൾ നക്ഷത്രജാതരായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും തീർച്ചയായിട്ടും അതിനുള്ള ഭാഗ്യമുണ്ടാകും. ജീവിതത്തിന് മുൻപോട്ട് കുതിക്കുന്നതിനുള്ള ഭാഗ്യം ഉറപ്പായും ഉണ്ടാകും. ഇവിടെ ഇന്ന് പറയാൻ പോകുന്നതും സൗഭാഗ്യദായകമായൊരു യോഗത്തെക്കുറിച്ചാണ്. ത്രിഗ്രഹി യോഗം. 3 ഗ്രഹങ്ങൾ ഒന്നുപോലെ സംഗമിക്കുന്നതായിരിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണരുന്ന ഒരു യോഗമാണ് ത്രിഗ്രഹി യോഗം എന്ന് പറയുന്നത്. സൂര്യനും ബുധനും ശുക്രനും ഒന്നിക്കുന്ന ത്രിഗ്രഹി യോഗം ഭാഗ്യങ്ങൾ കടുകിട മാറത്തില്ല എന്നുള്ളതാണ്. 4 രാശിക്കാർ വമ്പൻ സൗഭാഗ്യദായകരായി മാറുകയാണ്. തീർച്ചയായിട്ടും സൗഭാഗ്യത്തെ പൂർണ്ണമായി ഏറ്റെടുക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും 4 രാശിക്കാരായിരിക്കുന്ന ആൾക്കാർക്ക് നിറയാൻ പോവുകയാണ്. വളരെ ഭാഗ്യം. സൂര്യൻ ഭാഗ്യഗ്രഹമാണ്. ബുധൻ ഭാഗ്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഗ്രഹമാണ്. ശുക്രൻ നന്മയുടെയും വെണ്മയുടെയും ഗ്രഹമാണ്. അപ്പോൾ സൂര്യനും അഥവാ ആദിത്യനും ബുധനും ശുക്രനും തമ്മിൽ ചേർന്ന് വരുന്ന ആ ഒരു വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യവുമില്ല. ഭാഗ്യത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയായിരിക്കും വരാൻ പോകുന്നത്. അതനുഭവിക്കാൻ വിധിയുള്ളത് 4 രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർക്കാണ്. ഒന്നിലധികം ഗ്രഹങ്ങൾ ചേരുമ്പോഴാണ് ദ്വിഗ്രഹവും ത്രിഗ്രഹവും ഒക്കെ യോഗങ്ങൾ ഉണ്ടാവുന്നത്. ഇവിടെ ശുക്രനും സൂര്യനും ബുധനുമാണ് ചേരുന്നത്. ഏപ്രിൽ മാസത്തിൻ്റെ ഇടവം രാശിയിലാണത് സംജാതമാകുന്നത്. അതായത് ഇപ്പോൾ മാർച്ച് നിലനിൽക്കുന്നു. ഏപ്രിൽ മാസത്തിലാണ് ഈ ത്രിഗ്രഹി യോഗം വരുന്നത്. എന്തിനാണ് നേരത്തെ പറയുന്നതെന്ന് വെച്ചാൽ സൂര്യ ആരാധനയും അതുപോലെ തന്നെ ബുധദേവൻ്റെ ആരാധനയും കൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ പോവുക, അതുപോലെ തന്നെ ശുക്ര ആരാധനയുമൊക്കെ നവഗ്രഹ പൂജയൊക്കെ നന്നായി ചെയ്യുമ്പോൾ ഈ പറയുന്ന 4 രാശിക്കാരല്ലാത്തവർക്കും അതിൻ്റേതായിരിക്കുന്ന എല്ലാ അനുഭവങ്ങളും വന്നു ചേരും. അതുകൊണ്ട് തന്നെയാണ് വളരെ നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒന്നും പോകുന്നതിന് ഇപ്പോൾ വലിയ സമയം കാലമൊന്നുമില്ല. വളരെ വേഗത്തിൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സമയം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ താമസിക്കുന്നത്.
അതുകൊണ്ട് ഏപ്രിൽ മാസം എത്തുന്നതിനായിട്ട് വലിയ ദൂരവും സമയവും ഒന്നുമില്ല. ഏപ്രിൽ മാസത്തിലാണ് ഈ ത്രിഗ്രഹി യോഗം വന്നു ചേരുന്നത്. അതിൻ്റെ അനുഭവ വ്യവസ്ഥകൾ മാർച്ച് അവസാനത്തോടു കൂടി പറയാൻ പോകുന്ന 4 രാശി നക്ഷത്ര ജാതർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. 4 രാശി നക്ഷത്ര ജാതർക്ക് 3 ഗ്രഹങ്ങൾ ഇടവം രാശിയിൽ ഒന്നു ചേരുകയാണ്. കരിയർ, ധനം, ജോലി, ജീവിതം, ദാമ്പത്യം, പ്രണയം ഇതെല്ലാം ഗുണകരമാകുന്ന സമയമാണ് ത്രിഗ്രഹി യോഗത്തിലൂടെ വന്നു ചേരാൻ പോകുന്നത്. ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനും രാജകുമാരനായ ബുധനും ചേരുമ്പോൾ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. ഇപ്പോൾ ശുക്രൻ്റേതായിരിക്കുന്ന ഗതി കൂടി വരുമ്പോൾ എന്തുമാത്രം പ്രാധാന്യമായിരിക്കും വന്നു ചേരാൻ പോകുന്നതെന്ന് ചിന്തിക്കും. അതിനും അപ്പുറത്താണ്, ചിന്തകൾക്കും അപ്പുറത്താണ് വന്നു ചേരുന്ന ഭാഗ്യങ്ങൾ. ആദ്യമായി മേടം രാശിക്കാണ് ഈ ഭാഗ്യത്തിൻ്റേതായിരിക്കുന്ന അനുഭവം വന്നു ചേരുന്നത്. അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേരുന്ന മേടം രാശിക്കാണ് ത്രിഗ്രഹി യോഗത്തിൻ്റെ ഫലങ്ങൾ ആദ്യമായി വന്നു ചേരുന്നത്. സൂര്യൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും സൗഭാഗ്യദായകമായിരിക്കുന്ന അനുഗ്രഹ പൂർത്തീകരണം മേടം രാശി നക്ഷത്ര ജാതർക്കാണ് വരാൻ പോകുന്നത്. വളരെയധികം അനുകൂലമായിരിക്കുന്ന മാറ്റങ്ങളാണ് മേടം രാശി നക്ഷത്ര ജാതർക്ക് ഏപ്രിൽ മാസം ആദ്യം മുതൽ തന്നെ ഉണ്ടാകാൻ പോകുന്നത്. മേടം രാശിക്കാരുടെ 2ാം ഭാവത്തിലാണ് ത്രിഗ്രഹി യോഗം നടക്കുന്നത്. അതിൻ്റെ ഫലമായി സാമ്പത്തിക മാറ്റങ്ങൾ, ജീവിതത്തിൽ തന്നെ പൊതുവായിട്ടുണ്ടാകുന്ന ചില മാറ്റങ്ങൾ, സമ്പത്ത് അനാവശ്യമായി ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്ന മേടം രാശിക്കാർ കൃത്യമായി ആ സമ്പത്തിൻ്റെ വില മനസ്സിലാക്കി കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തും. അതുപോലെ തന്നെ കിട്ടുകയില്ല എന്ന് വിചാരിച്ച് കിടന്നിരുന്ന ധനം തിരികെ കിട്ടും. അതുപോലെ തന്നെ ഭാഗ്യദായകമായ ഒട്ടനവധി അവസരങ്ങൾ ധനം നേടിയെടുക്കുന്നതിനായിട്ട് ഇവരിലേക്ക് സംജാതമാകും. വസ്ത്രങ്ങളും ആഭരണങ്ങളും അതുപോലെ തന്നെ ശാരീരികമായ രൂപമാറ്റം പോലും ഈ ത്രിഗ്രഹി യോഗത്തിലൂടെ വന്നു ചേരും. കാരണം സൂര്യനും ബുധനും അനുഗ്രഹ വർഷം കൊണ്ട് സമ്പത്തും അതിന് അനുബന്ധമായ വ്യവസ്ഥകളും നൽകുമ്പോൾ ശുക്രൻ സൗന്ദര്യത്തിൻ്റെ കൂടി ദേവനാണ് എന്ന് ചിന്തിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പൂർണ്ണ മനുഷ്യ വ്യവസ്ഥിതി ഉണ്ടാകുന്നതിന് കാരണമായി തീരും ഈ ത്രിഗ്രഹി യോഗങ്ങളുടെ അനുഗ്രഹത്തിലൂടെ. എന്നുവെച്ചാൽ പണത്തിന് പണമുണ്ട്, വളരെ ഭാഗ്യദായകമായിരിക്കുന്ന രൂപമുണ്ട്, അതുപോലെ തന്നെ ധാരാളം സന്തോഷിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. ഇതെല്ലാം ഒരു പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് ഭാഗമാകുന്നതിൻ്റെ കാര്യങ്ങളാണ്. ത്രിഗ്രഹി യോഗത്തിലൂടെ മേടം രാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് 2026 എന്ന് പറയുന്നത് വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ഒരു വർഷമായിട്ട് മാറാൻ പോവുകയാണ്. തൊഴിലന്വേഷകരായിരിക്കുന്ന മേടം രാശി നക്ഷത്ര ജാതർക്ക് തൊഴിൽ സാധ്യത ഏറുന്ന വർഷമാണ്. അതുപോലെ തന്നെ തൊഴിലിൽ മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന വർഷം കൂടിയിട്ടാണ്. ത്രിഗ്രഹി രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ ഉണ്ടാകാൻ പോകുന്നൊരു വർഷമാണ്. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ആഹ്ലാദിക്കുവാൻ യുവജനങ്ങൾക്ക് കഴിയും എന്നത് 100% പറയാൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മേടം രാശിക്കാർ ഉണ്ടാക്കുന്ന പുതിയ പദ്ധതികൾക്ക് പൂർണ്ണതയുണ്ടാകും. വിദ്യാഭ്യാസ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് വളരെയധികം കീർത്തി നേടുന്നതിന് കഴിയും. അതുപോലെ തന്നെ വിദേശ വ്യവസ്ഥകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുടെ വഴി തുറന്ന് കിട്ടും. ആരോഗ്യകരമായിരിക്കുന്ന ജീവിതത്തിൻ്റെ പശ്ചാത്തലം ആഗ്രഹിക്കുന്നവർക്ക് രോഗത്തിൽ നിന്നും മുക്തി നേടി ആരോഗ്യത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകുവാൻ കഴിയും. കാരണം സൂര്യനും ബുധനും ശുക്രനുമാണ് ത്രിഗ്രഹി യോഗത്തിൽ സംയോജിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ കഴിയുമെന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ കഴിയും. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരം രാശി. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ത്രിഗ്രഹി യോഗം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സാമ്പത്തികവും സമ്പൽ സമൃദ്ധിദായകവുമായ വ്യവസ്ഥയുടെ ഉന്നതങ്ങളിലായിരിക്കും.
ഏപ്രിൽ മാസം ഒരു 2 കൂടിയിട്ട് ഈ ഭാഗ്യം നിറയുന്നത് തിരിച്ചറിയുവാൻ ഈ രാശിക്കാർക്ക് കഴിയും. ഏതു മേഖലയിലേക്ക് എത്തിയാലും ആ മേഖലയിലെല്ലാം തന്നെ പ്രത്യേകമായ ഒരു അവസരം നമുക്ക് ലഭിക്കുന്നത് കാണാം. അതുപോലെ തന്നെ സാമ്പത്തിക ഉന്നമനത്തിലുള്ള എല്ലാ വ്യവസ്ഥകളും വന്നു ചേരുന്നതും നിറയുന്നതും അറിയുവാൻ കഴിയും. തൊടുന്നതെന്തും ഭാഗ്യത്തിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥയിൽ എത്തിച്ചേരുമെന്നുള്ളത് എടുത്തു പറയാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. മകരം രാശിക്കാരായ നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഭദ്രത ഉറപ്പായും ഉണ്ടാകും. സാമ്പത്തിക സൗകര്യങ്ങൾ ഇരട്ടിയായി മാറും. ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും സംജാതമാകും. സമാധാനപരമായ കുടുംബ ജീവിതവും ദാമ്പത്യ ജീവിതവും നിങ്ങളെ തേടിയെത്തുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. ബുധൻ്റെയും സൂര്യൻ്റെയും ശുക്രൻ്റെയും സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ത്രിഗ്രഹ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാശിക്കാർക്ക് വമ്പൻ സൗഭാഗ്യങ്ങൾ ഓരോ നിമിഷത്തിലും എത്തിച്ചേരുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്രത്തോളം ഭാഗ്യമാണ് ഉണ്ടാവാൻ പോകുന്നത്. വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ തൊഴിൽ കാര്യത്തിലാണെങ്കിലും വിദേശ മേഖലയുടെ കാര്യത്തിലാണെങ്കിലും കാർഷിക മേഖലയുടെ കാര്യത്തിലാണെങ്കിലും എന്ന് വേണ്ട ഈ രാശിക്കാർ ഏതു മേഖലയിലാണോ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആ മേഖലയിൽ വളർച്ചയുടേതായ വലിയ ഭാഗ്യം വരും. ലോട്ടറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങളൊക്കെ ഇവരുടെ കൈവശമെത്തും. 1ാം സമ്മാനം ഒന്നും ലഭിച്ചില്ല എങ്കിലും വലിയ തുക സമ്മാനമായി ലഭിക്കുവാനുള്ള ഭാഗ്യവും ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അടുത്തത് കന്നിരാശിയാണ്. ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നി രാശി. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും തീർച്ചയായിട്ടും ഈ ത്രിഗ്രഹി രാജയോഗം വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന അനുഭവങ്ങൾ നൽകും എന്നുള്ളതിന് മാറ്റമില്ല. ദുഃഖത്തോടും ദുരിതത്തോടും നിറഞ്ഞ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ കന്നിരാശിക്കാർക്ക് ഏപ്രിൽ മാസം 2 മുതൽ സൗഭാഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിനങ്ങൾ സമ്മാനിക്കുന്ന സുഖമാണ് അനുഭവിക്കാൻ പോകുന്നത്. ദാമ്പത്യ കാര്യത്തിലുള്ള സന്തോഷം, കുടുംബപരമായ കാര്യത്തിലുള്ള സന്തോഷം, സാമ്പത്തിക നിറവ്, പൂർത്തിയാക്കാതെ വച്ചിരുന്ന പദ്ധതികൾ പൂർത്തീകരിക്കുവാനുള്ള ഭാഗ്യം, വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനായിട്ടുള്ള ഭാഗ്യം കാണുന്നു. കലാ, കായിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ നേതൃത്വ സ്വഭാവത്തിന് അർഹമാകുന്ന തലങ്ങൾ ഉണ്ടാകും. അവിടേക്ക് നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും. സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും നിലയ്ക്കാത്ത ഒരു പ്രവാഹം തന്നെയാണ് 2026 ഈ നക്ഷത്രജാതരായിരിക്കുന്ന ആളുകൾക്ക് വന്നു ചേരാൻ പോകുന്നത്. ത്രിഗ്രഹി യോഗമാണ് ഇവരെ പൂർണ്ണമായും അനുഗ്രഹിച്ച് കൂടെ നിർത്തുന്നത്. സൂര്യൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും സംയോഗം നടക്കുന്ന ത്രിഗ്രഹി യോഗത്തിലൂടെ സർവ്വ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അല്ലെങ്കിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഏറ്റെടുക്കുവാൻ വിധിക്കപ്പെട്ടവരാണ് ഈ നക്ഷത്രജാതർ. കന്നിരാശി നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വളരെ ഭാഗ്യദായകമാണ്. വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വമ്പൻ ഉയർച്ചയാണ്. അതുപോലെ തൊഴിൽ സാധ്യത അത് പൂർണ്ണമായും നടക്കും. തൊഴിൽ മേഖലയിൽ പ്രമോഷൻ സാധ്യതകളൊക്കെ ധാരാളം ഉണ്ടാകും. സാമ്പത്തികമായ വർധനവ് ഉറപ്പായും നടക്കും. പ്രൈവറ്റ് മേഖലകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും സാമ്പത്തിക മേന്മയുടേതായിരിക്കുന്നൊരു വർഷമായി 2026 എത്തും. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്നിട്ട് ജോലി ലഭിക്കാതെ നിൽക്കുന്ന ആളുകൾക്ക് ത്രിഗ്രഹി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 2 ശേഷം ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കുന്ന തൊഴിൽ മേഖലകളിലേക്ക് എത്തിപ്പെടാൻ കഴിയും. അത്രത്തോളം അനുഗ്രഹമാണ് ത്രിഗ്രഹി യോഗങ്ങളിലൂടെ കന്നിരാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. ലക്ഷ്മി ദേവി പടി കയറി വരും പോലെയാണ് കന്നിരാശിക്കാരുടെ ഉയർച്ച ഉണ്ടാകുന്നത്. ശുക്രന്റെ സ്വാധീനം ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷമുണ്ടാക്കുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. സമാധാനപരമായ ജീവിതമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും ജീവിതപരമായിട്ടാണെങ്കിലും എല്ലാ വ്യവസ്ഥകളിലും സന്തോഷവും സുഖവും അനുഭവിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുകയാണ് ത്രിഗ്രഹി യോഗത്തിലൂടെ കന്നിരാശിക്കാരായ നക്ഷത്രജാതർക്ക്. അടുത്തത് ചിങ്ങം രാശിയാണ്. മകം പൂരം ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാരുടെ 10ാം ഭാവത്തിലാണ് ത്രിഗ്രഹി യോഗം നടക്കുന്നത്. തീർച്ചയായിട്ടും തൊഴിൽപരമായ മേന്മ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് പോകും ചിങ്ങം രാശിക്കാർക്ക്.
ഉറപ്പായും തൊഴിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യവസ്ഥിതി കാണാം. തൊഴിൽ ലഭിക്കാത്തവർക്ക് തൊഴിൽ ലഭിക്കും, തൊഴിലിൽ ഇരിക്കുന്നവർക്ക് സ്ഥാനമാനാദികൾ ലഭിക്കും, അതുപോലെ തന്നെ ട്രാൻസ്ഫറുകൾ കൃത്യമായി ലഭിക്കും, പ്രമോഷൻ സാധ്യത പൂർണ്ണമായിട്ടും ലഭിക്കും, സമ്പത്തിൻ്റേതായിരിക്കുന്ന വർധനവ് ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് പോകും. കലാ, കായിക, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് ത്രിഗ്രഹി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന കീർത്തിതമായിരിക്കുന്ന ജീവിതം പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കുള്ള സന്തോഷമാണ് നൽകുവാൻ പോകുന്നത്. രാഷ്ട്രീയ കാര്യത്തിലൊക്കെ ചേർന്ന് നിൽക്കുന്ന ചിങ്ങം രാശിക്കാർക്ക് നേതൃത്വ സ്ഥാനത്തേക്ക് എത്താൻ കഴിയുമെന്ന് മാത്രമല്ല, ചില പ്രത്യേക പോയിന്റുകളിലേക്ക് സെലക്ട് ചെയ്യപ്പെടാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. കാർഷികം, അതുപോലെ തന്നെ ധനപരമായ മേഖലകൾ, സർക്കാരിൻ്റേതായ മേഖലകൾ തുടങ്ങിയ എല്ലാ വ്യവസ്ഥകളിലും ഉയരങ്ങൾ മാത്രമാണ് ചിങ്ങം രാശിക്കാർക്ക് ലഭിക്കുവാൻ പോകുന്നത്. അതുപോലെ തന്നെ സ്വർണം, വസ്ത്രങ്ങൾ, തൊഴിൽ, സൽസന്താന ലബ്ധി, സാമ്പത്തിക അഭിവൃദ്ധി, സൗഹൃദങ്ങൾ, ഇതെല്ലാം വന്നു ചേരുന്നതായിട്ടുള്ള അവസരങ്ങളാണ് ത്രിഗ്രഹി യോഗത്തിലൂടെ ചിങ്ങം രാശിക്കാർക്ക് വരാൻ പോകുന്നത്. മത്സര പരീക്ഷകളിലുള്ള വിജയം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ വാഹനം, വളരെ വില കൂടിയ വാഹനങ്ങൾ സ്വന്തമാക്കാനുള്ള ഭാഗ്യം ചിങ്ങം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരും. സാമ്പത്തിക തടസ്സങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരമാണ് ത്രിഗ്രഹി യോഗത്തിലൂടെ വരാൻ പോകുന്നത്. വിദ്യാഭ്യാസ കാര്യത്തിലും തൊഴിൽ കാര്യത്തിലും ജീവിതത്തിൻ്റേതായ മുന്നോട്ടുള്ള പോക്കിലും വമ്പൻ മാറ്റങ്ങളാണ് ചിങ്ങം രാശിക്കാർക്ക് നിറഞ്ഞ് ഭവിക്കാൻ പോകുന്നത്. തീർച്ചയായും ഈശ്വരൻ്റേതായിരിക്കുന്ന അനുഗ്രഹം ഈ 4 രാശിക്കാർക്കും വന്ന് നിറയട്ടെ. ഈശ്വര വ്യവസ്ഥകളെ മനസ്സിൽ സൂക്ഷിച്ച് പ്രാർത്ഥനാജന്യമായിരിക്കുന്ന ഒരു സമയത്തിലൂടെ കടന്നു പോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാ നന്മകളും തന്ന് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.